നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ജഡമായി തീർന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളെ വഴി നടത്തിയ ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിങ്കിലേക്ക് അങ്ങയുടെ വചനവുമായി ഞങ്ങൾ അടുത്തു വരുന്നു. നിൻ്റെ സ്നേഹത്തെ കാക്കുന്ന പ്രവൃത്തിയിലൂടെ നിൻ്റെ ദൈവരാജ്യത്തിൻ്റെ വ്യാപനം നിർവഹിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നിൻ്റെ വചനം കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. നിൻ്റെ വചനം കേൾക്കുവാൻ ഞങ്ങളുടെ ചെവികളെ തെളിമയുള്ളതാക്കണമേ. നിൻ്റെ വചനം ഞങ്ങളോട് പറയുന്നതനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളുടെ ഇച്ഛാശക്തിയെ അങ്ങ് ക്രമപ്പെടുത്തണമേ. എളിയാടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും ദൈവമേ അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശു മിശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഇന്ന് മെഡിക്കൽ മിഷൻ സൺഡേയാണ്. നമുക്കറിയാം, ആതുര സേവന ശുശ്രൂഷ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആയുസ് ദീർഘമാക്കുന്ന ശുശ്രൂഷയാണ്. ദൈവത്തിൻ്റെ സ്നേഹം കാക്കുന്ന പ്രവൃത്തിയാണ് ആതുര സേവന ശുശ്രൂഷ. സഭയായി ആ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുകാരായി തീർന്നിരിക്കുന്നു. ഈ ശുശ്രൂഷ തുടരുന്നതിന് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാ കൈത്താങ്ങലുകളും തുടർന്നും ഉണ്ടാകണമേ എന്ന് വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിക്കാമോ? ആയിരത്തി 1987 എൻ്റെ ഓർമ്മ. തോമസ് മാർ അത്തനാസ്യോസ് തിരുമേനിയുടെ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിനകത്ത് ഒരു ആളെ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റീഫൻ നീൽ എന്നാണ്. സ്റ്റീഫൻ നീൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠിക്കുകയാണ്. നിയമമാണ് അദ്ദേഹത്തിൻ്റെ ഐച്ഛിക വിഷയം. അദ്ദേഹത്തിൻ്റെ പഠനമൊക്കെ പൂർത്തീകരിച്ച് അദ്ദേഹം നിയമം ബിരുദധാരിയായി തീർന്നു. ആ നിയമ ബിരുദധാരിയായി തീർന്നത് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ 1ാമനായിട്ടാണ്. അതുകൂടാതെ 7 പ്രൈസ് കൂടെ അദ്ദേഹം മേടിച്ചിട്ടുണ്ട്. 7 പ്രൈസ് വാങ്ങിച്ച് ഈ ഗോൾഡ് മെഡലും മേടിച്ചിട്ട് ഈ കോൺവൊക്കേഷൻ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സീറ്റിലോട്ട് വന്നിരിക്കുകയാണ്. മീറ്റിങ്ങൊക്കെ കഴിഞ്ഞപ്പം ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോ ഫേം നടത്തുന്ന ഒരു വക്കീല് അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഏറ്റവും പ്രമുഖനായ വക്കീലെടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിന് ഷെയ്ക്കാൻ കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് എന്നോടുകൂടെ എൻ്റെ ലോ ഫേമിൽ നിനക്ക് പ്രാക്ടീസ് തുടങ്ങാമെന്ന് പറഞ്ഞു. അന്നേരം ഈ ചെറുപ്പക്കാരൻ സ്റ്റീഫൻ നീൽ പറഞ്ഞു, ഐ എം സോറി, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എ ലോയർ ഗ്രേറ്റർ ദാൻ യു ഹാഡ് പ്ലേസ്ഡ് ഹിസ് ഹാൻഡ്സ് ഓൺ മൈ ഷോൾഡേഴ്സ് ആൻഡ് സോട്ട് മൈ പെർമിഷൻ ടു വർക്ക് ഫോർ ഹിം ആൻഡ് ഐ സെഡ് യെസ് ടു ഹിം. അങ്ങയെക്കാട്ടിലും വലിയ ഒരു വക്കീല് എൻ്റെ തോളത്ത് കൈവച്ചിട്ട് എന്നോട് പറഞ്ഞു, അങ്ങയോടുകൂടെ ചേർന്ന് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് യെസ് എന്ന് പറഞ്ഞു. അന്നേരം ഈ വക്കീൽ ചോദിച്ചു, ഇതേത് വക്കീലാണെന്ന് ചോദിച്ചു. അന്നേരം
ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ദാറ്റ് വക്കീൽ ഈസ്, ആ വക്കീലെന്ന് പറയുന്നത് ജീസസ് ഓഫ് നാസറിൻ എന്ന് പറഞ്ഞു, നസറേനായ യേശു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം ഇന്ത്യയിലേക്കാണ് സുവിശേഷ വേലയ്ക്ക് വരുന്നത്. ദോർനക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സുവിശേഷ വേല ചെയ്യുന്നത്. വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല. ദോർനക്കൽ എന്ന സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തതിന് ശേഷം അദ്ദേഹം തിരിച്ച് ഇംഗ്ലണ്ടിൽ പോയി ഒരു അധ്യാപകനായി മരണപര്യന്തം കേംബ്രിഡ്ജ് സർവകലാശാലയിലും ഓക്സ്ഫോർഡ് സർവകലാശാലയിലും അനേകം ദൈവശാസ്ത്ര വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായിട്ട് കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. എന്നിട്ട് പറയാണ്, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. ആർ നമുക്ക് വേണ്ടി പോകും? ആരെ ഞാൻ അയക്കേണ്ടു? ഈ ചോദ്യം സൃഷ്ടിയിലുടനീളം നമ്മൾ കേൾക്കുന്ന ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മളോട് പറയുന്നത് ഡിസേൺ ഡിവൈൻ കോളിംഗ്. ദൈവത്തിൻ്റെ വിളി തിരിച്ചറിയുക. അതുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിന് ഞാൻ തലക്കെട്ടിട്ടിരിക്കുന്ന ഇപ്രകാരമാണ്, ഡിസേൺ ഡിവൈൻ കോളിംഗ്. ദൈവത്തിൻ്റെ വിളി തിരിച്ചറിയുക. ദൈവത്തിൻ്റെ വിളി തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ എല്ലാവരെയും വിളിക്കുന്നവനാണ്. അതുകൊണ്ടാണ് അബ്രഹാം മാർത്തോമ്മ തിരുമേനി നമ്മളെ ഓർമ്മപ്പെടുത്തിയത്, ഓരോ മാർത്തോമ്മക്കാരനും ഓരോ സുവിശേഷകനാണ്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ സുവിശേഷ വേല അടങ്ങാത്ത ഒരു ആഗ്രഹമായി നിലകൊള്ളുന്നത്. അങ്ങനെങ്കിൽ എന്തൊക്കെ സുവിശേഷ വേലയാണ് ദൈവം തമ്പുരാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? അല്ലെ, ദൈവം ഒരുവനെ വിളിക്കുമ്പോൾ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? വേദപുസ്തകത്തിനകത്ത് പഴയ നിയമത്തിൽ നോക്കിയാലും പുതിയ നിയമത്തിൽ നോക്കിയാലും ദൈവം തമ്പുരാൻ വിളിക്കുന്നവനാണ്. നമുക്കറിയാം, ഹാരാൻ എന്ന പട്ടണത്തിൽ അബ്രഹാമിൻ്റെ പിതാവായ തേരഹ് തൻ്റെ കുഞ്ഞുങ്ങളും തൻ്റെ വീട്ടുകാരുമൊക്കെയായി അവിടെ വരികയാണ്. അങ്ങനെ ഹാരാൻ എന്ന കൽദയ പട്ടണത്തിൽ അവൻ പാർപ്പ് ഉറപ്പിക്കുമ്പോൾ ദൈവം തമ്പുരാൻ വിളിക്കുകയാണ്. അബ്രഹാമിനോട് വിളിച്ചിട്ട് പറയുകയാണ്, അബ്രഹാമേ, എന്താ പറയുന്നറിയാം, നീ നിൻ്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം നമ്മൾ കാണുമ്പോൾ അവിടെ കാണുന്നുണ്ട്, അവൻ എന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. എപ്പോഴാണ് വിളിച്ചിരിക്കുന്നത്? ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ, ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവൻ എന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മൾ തിമോത്തിയോസിന് എഴുതുന്ന ലേഖനത്തിനകത്ത് വിശുദ്ധനായ പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്, ലോകാരംഭത്തിന് മുമ്പേ അവൻ എന്നെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ച് നിയോഗിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ വിളിച്ച് നിയോഗിച്ചവനാണ്. ഈ വിളിയിൽ ലോകത്തിലേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുന്നവനാണ്. എന്താണ് ദൈവം തമ്പുരാൻ വിളിക്കുമ്പോൾ ആ വിളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഒന്ന്, ഞാൻ പറയാൻ ശ്രമിച്ചത്, നമ്മൾ ദൈവവിളിയെ തിരിച്ചറിയണം, വിവേചിച്ചറിയണം. ഈ സ്റ്റീഫൻ നീൽ പറയുന്നത്, ഞാൻ ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ പടിവാതിൽക്കലേക്ക് ആദ്യം എൻ്റെ കാല് ചവിട്ടി വെച്ചപ്പോൾ നസറേനായ യേശു എൻ്റെ തോളത്ത് കൈവച്ച്, നീലെ, നീ എന്നോടുകൂടെ വേല ചെയ്യണം എന്ന് അവൻ എന്നെ വിളിച്ചു. അതുകൊണ്ട് ഈ വിളി, ആ വിളിയെക്കുറിച്ചുള്ളൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. ദൈവം ഒരുവനെ വിളിക്കുമ്പോൾ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. ഒന്ന്,
ദൈവം ഒരുവനെ വിളിക്കുമ്പോൾ ഒരു ഐഡൻറ്റിറ്റി കൊടുക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അസ്തിത്വം. അതായത് നമ്മൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ വായിക്കുമ്പോൾ കാണാം, അവർ അന്ത്യോക്യോളം ചെന്നു, അവിടെ സുവിശേഷ വേല അറിയിച്ചു. അവിടെ വെച്ച് അവർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരായി. ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ ക്രിസ്ത്യാനികൾ എന്നുള്ള പേരായി. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ കാണാം, തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിമോചിക്കാനിരിക്കുന്നത് കൊണ്ട് അവന് എന്ത് കൊടുക്കണം? അവന് യേശു എന്ന് പേരിടണം. അങ്ങനെങ്കിൽ ഓരോ പേരിനകത്തും സ്നേഹം കാക്കുന്ന കർമ്മത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. നാം ചെയ്യേണ്ടുന്ന കർമ്മം അഥവാ പ്രവൃത്തിയുടെ ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. രണ്ടാമത് ദൈവം തമ്പുരാൻ ഒരാളെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ്റെ ഉത്തരവാദിത്വം തന്നെ ഭരമേൽപ്പിപ്പാൻ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്, ഇത് ഞാൻ വളരെ പെട്ടെന്ന് പറയുന്നുള്ളൂ, മൂന്നാമത് ദൈവം ഒരുവനെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടെ ചേർന്ന് ഉല്ലസിപ്പാൻ വേണ്ടി വിളിക്കുകയാണ്. ദൈവത്തോടു കൂടെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാൻ വിളിക്കുകയാണ്. നാലാമത് ദൈവം ഒരാളെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തോടുകൂടെ മരണപര്യന്തം വിശ്വസ്തനായിരിക്കാനുള്ള വിളിയാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഉടനീളം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ ദൈവം വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഒരു പ്രത്യേക ഉത്തരവാദിത്വത്തിലൂന്നിയ അസ്തിത്വം നൽകുവാനുള്ള വിളിയാണ്. 2, ദൈവത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ കൊടുക്കുവാൻ, പങ്കുവയ്ക്കുവാനുള്ള വിളിയാണ്. 3, ദൈവത്തോടുകൂടെ ചേർന്ന് ജീവിതം സെലിബ്രേറ്റ് ചെയ്യുവാനുള്ള വിളിയാണ്. 4, മരണപര്യന്തം വിശ്വസ്തരായിരിക്കാനുള്ള വിളിയാണ്. അതുകൊണ്ട് ഇന്ന് ഈ ആലയത്തിൽ ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്, ആർ വി ഏബിൾ ടു ഡിസേൺ ദ ഡിവൈൻ ഡിസ്പൊസിഷൻ ഇൻ അവർ ലൈഫ്സ്? നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുമോ? ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉത്തരവാദിത്വമുണ്ട്, ഉദ്ദേശവുമുണ്ട്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. തിരിച്ചറിഞ്ഞാൽ പന്ഥാവിലോട്ട് പോകണം. അതിന് കർത്താവ് പറയുന്നത്, ആ പന്ഥാവിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒന്നാമത് നമുക്കുണ്ടാകേണ്ടുന്ന ഗുണം മനസ്സലിവാണ്. മനസ്സലിവ്. അവൻ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ധ്യാനിച്ചു. എന്താണെന്നറിയാം, 5 അപ്പം കൊണ്ട് അവൻ 5000 പേരെ പോഷിപ്പിച്ചതിന് മുമ്പ് പറയുന്നത് ഇത് തന്നെയാണ്. അവൻ കണ്ട് മനസ്സലിഞ്ഞു. മനസ്സിന് അലിവില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഉള്ള ആളുകൾ എത്ര കഠിനമായി വേദനിക്കുന്നോ എന്നറിഞ്ഞാലും ഒരല്പം പോലും സ്നേഹം കൊടുക്കുവാൻ കഴിയാത്ത ഒരു കഠിന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ ശുശ്രൂഷകളൊന്നും അത്ര എളുപ്പമൊന്നുമല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഓഫീസിൽ ചെന്ന് നിന്നാൽ എവിടെ നിന്ന് വന്ന ആന്ന് പോലും ചോദിക്കാത്ത സാഹചര്യം നോർത്ത് ഇന്ത്യയിലുണ്ട്. ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അത്രമായിട്ട് അറിയില്ല. അങ്ങനെങ്കിൽ മനസ്സലിവില്ലാത്ത, നട്ടുച്ചയ്ക്ക് കൂരിട്ട് ബാധിച്ച ഒരു കഠിന കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ, കണ്ണ് കാണാത്തൊരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന പൊതുസേവകരെ കാണുന്ന ഒരു ദുർഘട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ ഈ വിളിയിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ സ്നേഹം കാക്കുന്ന ഈ കർമ്മത്തിനകത്ത് ഒന്നാമത് വേണ്ടുന്നത് എന്തായിരിക്കണം? മനസ്സലിവായിരിക്കണം. മനസ്സലിവ്, കമ്പാഷൻ ആയിരിക്കണം. ഈ മനസ്സലിവെന്ന് പറഞ്ഞാൽ സ്നേഹമൊരു സ്വഭാവമാണ്. സ്നേഹത്തിൻ്റെ ആക്ഷനാണ് ഏതെന്ന് പറയുന്നത്? മനസ്സലിവ്. മനസ്സലിവ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരാളാണല്ലോ ഈ സ്കോട്ട്ലൻഡുകാരനായ ഡേവിഡ് ലിവിങ്സ്റ്റൺ. അദ്ദേഹത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. നമ്മൾ ആളുകളെ കാണുമ്പം മനസ്സലിയാൻ നമുക്ക് കഴിയണം.
ഞാൻ കഥകൾ ഉദാഹരണം പറയാൻ ഒരുങ്ങുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ കഠിന കാലഘട്ടത്തിൽ കർത്താവ് പറയുന്നത് മനസ്സലിവോടുകൂടെ സ്നേഹത്തിൻ്റെ ശുശ്രൂഷ നിർവഹിപ്പാനായിട്ട് കഴിയണം. എന്താണ് മനസ്സലിവിൻ്റെ ശുശ്രൂഷ? നമുക്കറിയാം, നമ്മുടെ മന്ദിര പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങിയതിനെക്കുറിച്ച് നമുക്കറിയാം. അത് മനസ്സലിവിൻ്റെ ശുശ്രൂഷയാണ്. മാരാമൺ കൺവെൻഷൻ അടുത്ത് വരുന്നല്ലോ. മാരാമൺ കൺവെൻഷൻ കഴിഞ്ഞ് ഒരു ദിവസം നമ്മുടെ മുണ്ടക്കയംകാരൻ ഒരാൾ കഠിനമായ അനുഭവത്തിൽപ്പെടുന്നുണ്ട്. ആ അനുഭവം എന്തെന്ന് ചോദിച്ചാൽ, അദ്ദേഹം വേലസ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാളവണ്ടിയിൽ ആളുകൾ വന്ന് അദ്ദേഹത്തെ പിടിച്ചു കെട്ടി അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ പൊള്ളിച്ച് അദ്ദേഹത്തെ ഈ മാരാമണ്ണ് കൊണ്ട് മണപ്പുറത്ത് കൊണ്ട് ഭിക്ഷ യാചിക്കാനായിട്ട് കിടത്തി. മാരാമൺ കഴിഞ്ഞ് സന്ധ്യ മയങ്ങിയപ്പോൾ ഈ കാളവണ്ടിക്കാർ തിരിച്ച് ഈ ബോഡി എടുത്ത് വണ്ടിക്കകത്തിട്ടിട്ട് മുട്ടുമണ്ണിനടുത്തൊരു സ്ഥലത്ത് കൊണ്ട് തള്ളിയിട്ട് പോയി. മാരാമണ്ണ കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം തൃശ്ശൂരിനടുത്തുള്ള ഒരു മനുഷ്യൻ നടന്നു വരികയാണ്. മർത്തോമക്കാരനാണ്. നടന്നു വരുമ്പോൾ വഴിയരികിൽ ഒരു രോദനം കേട്ടു. തഴ ഒക്കെ വളർന്നു നിൽക്കുന്ന കണ്ടത്തിനകത്തൊരു രോദനം കേട്ടു. അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പം ഒരു മാംസപിണ്ഡം കിടക്കുകയാണ്. വല്ലാത്ത ദുർഗന്ധമുണ്ട്. അദ്ദേഹം തൊട്ടടുത്ത ആളുകളെയൊക്കെ വിളിച്ചു. അദ്ദേഹത്തെ കൊണ്ടുപോയി ഇന്ന് നമ്മൾ ധർമ്മഗിരി നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഷെഡുണ്ടാക്കി ഒരാഴ്ച അദ്ദേഹം അവിടെ പാർത്ത് ഇന്ന് ഈ കുമ്പനാട് ആ ഏരിയയിലുള്ള അവരുടെ വല്യപ്പന്മാരും ഈ ആളിനെ ശുശ്രൂഷിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്നു ബോധം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ചരിത്രമൊക്കെ പറയാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, അദ്ദേഹമാണ് ധർമ്മഗിരി മന്ദിരത്തിലെ ആദ്യത്തെ അന്തേവാസി. അവിടെ തുടങ്ങിയ ഒരു കരുണയുടെ വേലയാണ് മന്ദിര പ്രസ്ഥാനങ്ങൾ. ഭാരതത്തിലുടനീളം, കേരളത്തിലുടനീളം കാണുന്ന മന്ദിര പ്രസ്ഥാനങ്ങൾ. ദൈവം തമ്പുരാൻ നമ്മളോട് എന്തോ പറയുന്നറിയാമോ? മനസ്സലിവോടുകൂടെ എന്തോ ചെയ്യണം? ബദ്ധന്മാരെ വിടുവിക്കണം. ബദ്ധന്മാർക്ക് വിടുതലും, പിന്നെന്തുവാ? കുരുടന്മാർക്ക് കാഴ്ചയും, പിന്നെന്തുവാ? പീഡിതന്മാരെ വിടുവിച്ചയക്കുകയും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിച്ചറിയിക്കുകയും ചെയ്യണം. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്നേഹം കാക്കുന്ന പ്രവൃത്തി ചെയ്യുവാൻ നമുക്ക് കരുണയുടെ പ്രവൃത്തി ചെയ്യണം. അതാ കർത്താവ് പറയുന്നത്. എന്താണെന്നറിയാമോ? നിങ്ങൾ ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കണം, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കണം, പിന്നെന്തുവാ? പീഡിതന്മാരെ വിടുവിച്ചയക്കണം, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിച്ചറിയിക്കണം. ഇത് കർത്താവ് തന്നെ ചെയ്ത ശുശ്രൂഷയാണ്. കർത്താവ് ഇവിടെ പറയുന്നത്, ഈ ശുശ്രൂഷ ചെയ്യുവാൻ നമ്മളെ എല്ലാവരെയും കർത്താവിന് ആവശ്യമാണ്. അതിന് പറയുന്ന പേരാണ് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളുടെ പ്രവർത്തനം, ശുശ്രൂഷ. ദൈവരാജ്യ മൂല്യങ്ങളുടെ ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, എൻ്റെ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഈ ദൈവരാജ്യ മൂല്യത്തിൻ്റെ ശുശ്രൂഷ എങ്ങനെയാണ് നമുക്ക് പ്രവർത്തിപ്പാൻ കഴിയുന്നത്? നമ്മുടെ ഈ പ്രദേശത്ത് നമ്മൾ നിൽക്കുന്ന ജീവിതത്തിൻ്റെ ചുറ്റുപാടിനകത്ത് ബന്ധനത്തിൽ കിടക്കുന്നവരുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. രോഗത്തിൻ്റെ കഠിനതയിൽ കിടക്കുന്നവരുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. പീഡിതരുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അവർക്ക് ഒരു കൈത്താങ്ങായി തീരുവാൻ നമുക്ക് കഴിയണം. ദൈവരാജ്യത്തിൻ്റെ മൂല്യം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനായിട്ട് സാധിക്കണം. എന്തുവാ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഭക്ഷണവും പാനീയവുമല്ല, പിന്നെന്തുവാ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അതുകൊണ്ട് എല്ലാവരും പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്ന ഒരു സന്തോഷ അനുഭവത്തിലേക്ക് നമുക്ക് ഒരു കൈ നീട്ടിക്കൊടുക്കുവാൻ കഴിയുമെങ്കിൽ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന
ഒരു അനുഭവത്തിലേക്ക് മാറ്റാൻ കഴിയും. ഞാൻ വാക്കിനെ ചുരുക്കുന്നതിന് മുമ്പ്, ഈ റോമൻ ചരിത്രകാരനാണ് തൂസിഡൈഡസ് എന്ന് പറയും, റോമൻ ചരിത്രകാരനാണ്. അദ്ദേഹം പറയുന്നത് ഈ കഠിനമായ പാൻഡമിക്, നമുക്കറിയാം കോവിഡ് എന്ന് പറയുന്ന മഹാവ്യാധി, ഈ മഹാവ്യാധി വരുമ്പോൾ സാധാരണ ആളുകൾ എങ്ങനെയാണ് മരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, മഹാവ്യാധി പിടിച്ചു എന്ന് കാണുമ്പോൾ അവരെ ആ വീട്ടിൽ ഉപേക്ഷിക്കും, എന്നിട്ട് വീട്ടുകാരെല്ലാം അങ്ങ് പോകും. അല്ലെങ്കിൽ അവരെ ഒരു കൊച്ചു കുടിലാക്കിയിട്ട് വീട്ടുകാരെല്ലാം അവിടെ നിന്ന് അങ്ങ് പോകും. ഈ വ്യാധി പിടിച്ച് അവർ എഴഞ്ഞ് സ്ട്രീറ്റിൽ ചെല്ലും, ഇച്ചിരി വെള്ളം കിട്ടാൻ വേണ്ടി. അല്പം വെള്ളം കുടിക്കാൻ അവർ സ്ട്രീറ്റിലെ പൈപ്പിൽ വെള്ളം കുടിക്കും, അവിടെ കിടന്ന് ചാകും, ആരും എടുത്തു കളയാനൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് 249, 252 കാലഘട്ടത്തിൽ ഒരു പാൻഡമിക് പിടിച്ചു. ആ സമയത്ത് ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ് സിപ്രിയൻ എന്ന് പറയുന്ന ബിഷപ്പ്. സിപ്രിയൻ എന്ന് പറയുന്ന ബിഷപ്പ് ആ പാൻഡമിക്കിന് ഉള്ള ആളുകളെ ശുശ്രൂഷിക്കാനും കരുതാനും ഒക്കെ തുടങ്ങി. സഭയിലുള്ള ആളുകളെ അതിനുവേണ്ടി ഒരുക്കി. സെൻറ്റ് എഫ്രൈം എന്ന് പറയുന്ന ഒരാളുണ്ട്, നിങ്ങൾക്കറിയായിരിക്കും. ഓറിയൻ്റൽ ദൈവശാസ്ത്രം പഠിക്കുന്ന എല്ലാവർക്കും എഫ്രൈം വളരെ പ്രമുഖനാണ്. ഇവർ രണ്ടുപേരും ഇത്തരത്തിലുള്ള 2 പാൻഡമിക്കൽ ശുശ്രൂഷകൾ നടത്തി. അദ്ദേഹം എഴുതിനകത്ത് പറയുന്നത്, ഇവരുടെ ആതുര സേവനമാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന് അസ്ഥിവാരമിട്ടത് എന്നാണ്. അതൊരു കാര്യം. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, സമൂഹത്തിൻ്റെ ആകമാനമുള്ള സ്വഭാവത്തിന് രൂപാന്തരമുണ്ടായതും ഇവരുടെ പ്രവർത്തനമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെങ്കിൽ നമ്മുടെ കരുണയുടെ വേലയുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സ്നേഹം കാക്കുന്ന പ്രവൃത്തികൾ ദൈവരാജ്യത്തിൻ്റെ മൂല്യം ഈ സമൂഹത്തിലുണ്ടാക്കുകയും ആ മൂല്യം സമൂഹത്തിൻ്റെ ഒരു സ്വഭാവവുമായിട്ട് മാറുമ്പോൾ ദൈവരാജ്യ മൂല്യത്തിൻ്റെ വർധനവോടുകൂടെ ഈ സമൂഹം മുന്നോട്ട് പോവുകയും കർത്താവിൻ്റെ വരവിലേക്ക് ഈ സൃഷ്ടിയെ ഒരുക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്യും. അതിന് ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഡിസേൺ ഡിവൈൻ കോളിംഗ്, ദൈവത്തിൻ്റെ വിളി അറിയണം. ദൈവത്തിൻ്റെ വിളിയിൽ നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തത് കരുണയുടെ വിളിയാണ്, കരുണയുള്ളവരായി തീരുവാനുള്ള വിളിയാണ്. രണ്ടാമത് ഞാൻ പറയാൻ ശ്രമിച്ചത്, കരുണയോടുകൂടെ നമുക്കുണ്ടാകേണ്ടുന്ന അനുഭവമാണ് ദൈവരാജ്യത്തിൻ്റെ മൂല്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. ദൈവരാജ്യത്തിൻ്റെ മൂല്യമെന്ന് പറയുന്നത് ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതന്മാരെ വിടുവിച്ചയക്കുക, കർത്താവിൻ്റെ പ്രസാദവർഷം അറിയിക്കുക. അങ്ങനെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമുള്ള ഒരു സമൂഹമായി തീരുവാൻ നമുക്ക് പ്രവർത്തിപ്പാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ആർ നമുക്ക് വേണ്ടി പോകും? അതുകൊണ്ട് നമ്മെ ദൈവം മുൻപാകെ സമർപ്പിച്ച് ദൈവകരുണയ്ക്കായിട്ട് യാചിക്കാം. ദൈവത്തിൻ്റെ കൃപ കൂടെയിരിക്കട്ടെ. ദൈവാനുഗ്രഹത്താൽ നമ്മെ എല്ലാവരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ.